ഗം ഗണപതയേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ലൈവിലൊന്നും വരുന്നില്ലായിരുന്നു, കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഇപ്പോൾ രാമായണ മാസമൊക്കെ ആണല്ലോ, എല്ലാവരും ശ്രീമദ് രാമായണം വായിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം. കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാൻ രാമായണമൊക്കെ വായിക്കുന്നുണ്ട്, രാമനാമങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗണപതി ഭഗവാനെ കുറിച്ച്, അതായത് ഗണപതി ലോകത്തിൽ പോവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഗണപതി ലോകത്ത് പോവാൻ ആഗ്രഹിക്കുന്നവര് ആ ഗണപതി ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ശിവഭഗവാനെയും ഭജിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഓം ഗം ഗണപതയേ നമഃ, ഗണപതി പുരാണത്തിൽ നിന്നും ഗണപതി ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച്, അവതാര ഉദ്ദേശത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പണ്ട് നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനക മഹർഷി 12 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ആരംഭിച്ചു. യാഗത്തിന് പങ്കെടുക്കാൻ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി മുനിശ്രേഷ്ഠന്മാർ എത്തിയിരുന്നു. ആ പുണ്യ സംഗമത്തിൽ വെച്ച് ഭക്തിസാന്ദ്രവും പുണ്യദായകവുമായ ഏതെങ്കിലും കഥ പറയാൻ മഹർഷിമാർ വ്യാസശിഷ്യനും കഥാകഥ തൽപരനുമായ സൂതമുനിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ മഹർഷിയുടെ ആവശ്യപ്രകാരം സകല വിഘ്നങ്ങളുടെയും നിവാരണത്തിനും സകല പാപ നിവാരണത്തിനും കാരണഭൂതനായ ശ്രീ ഗണേശ ഭഗവാന്റെ പുരാണ കഥ പറയാൻ സൂതമുനി തയ്യാറായി. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് കൃഷ്ണദ്വൈപായന വ്യാസന് നേരിട്ട് പറഞ്ഞു കൊടുത്തതാണ് ഈ കഥ. വ്യാസൻ ഭൃഗുമഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഭൃഗുമഹർഷിയിൽ നിന്നാണ് ഈ പുരാണ കഥ സൂതമുനി ഗ്രഹിച്ചത്. ഹവിസർപ്പിക്കപ്പെട്ട ഹോമകുണ്ടത്തിൽ നിന്ന് ധൂപവും മുനിപ്രവരന്മാരുടെ കണ്ടങ്ങളിൽ നിന്ന് മന്ത്രധ്വനികളും ഉയരുന്ന ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ശ്രീ ഗണേശ ഭഗവാന്റെ ഭക്തി മോക്ഷപ്രദായകമായ കഥ സൂതമുനി പറഞ്ഞു തുടങ്ങി. അപ്പോൾ സൂതമുനി നൈമിഷാരണ്യത്തിൽ വെച്ച് ഭഗവാനെ കുറിച്ച്, ഗണപതി ഭഗവാനെ കുറിച്ച് ഉള്ള കഥ പറയുകയാണ്. ഗണപതി ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല വിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ വിഷ്ണു തന്നെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഓരോ ഭഗവാനും ഓരോരുത്തർക്കും ഓരോരോ കർമ്മങ്ങൾ, അവരവരുടേതായ ഓരോരോ കർമ്മങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശത്രു നിഗ്രഹത്തിന് വേണ്ടിയിട്ടും മനുഷ്യരുടെ പാപഹരണത്തിന്, പാപങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള വിഘ്നങ്ങള്, നമ്മുടെ എന്തെങ്കിലും തടസ്സമായിട്ടുള്ള കാര്യങ്ങള്, ഇതൊക്കെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് ഗണപതി ഭഗവാൻ ജന്മമെടുത്തത്. അപ്പോൾ പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായിട്ട് വിഘ്നേശ്വരൻ, ആദിദേവൻ, നമ്മൾ ആദ്യമേ ആ ഭഗവാനെയാണ് പൂജിക്കുന്നത്. എന്തെങ്കിലും ഒരു ഹോമങ്ങള്, എന്തെങ്കിലും യാഗങ്ങള് ഒക്കെ തുടങ്ങുമ്പോൾ ആദ്യമേ നമ്മൾ ആ വിഘ്നേശ്വരനെ, ആ ഗണപതി ഭഗവാനെ പൂജിച്ചതിന് ശേഷമാണ് ബാക്കി എല്ലാ പൂജകളും നമ്മൾ നടത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വിഘ്നങ്ങളെല്ലാം ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഗണപതി ഭഗവാന്റെ കഥ നൈമിഷാരണ്യത്തിൽ വെച്ച് സൂതമുനി പറയുന്നതാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത്. ഗണപതി, ശ്രീ ഗണപതി ഭഗവാനെ പറ്റിയുള്ള ആദി പ്രതിപാദ്യം കാണുന്നത് ആദിവേദമായ ഋഗ്വേദത്തിലാണ്. ദേവന്മാരുടെ നാഥനായിട്ടാണ് ഇതിൽ ഗണപതിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഋഗ്വേദത്തിലാണ് ഗണപതി ഭഗവാനെ കുറിച്ചുള്ള കാര്യം പറയുന്നത്. ഇതിൽ ദേവന്മാരുടെ എല്ലാം നാഥനായിട്ട്, ദേവന്മാരുടെ നാഥനായിട്ടാണ് ഗണപതി ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഋഗ്വേദത്തിലെ 2-ാം മണ്ഡലത്തിൽ 23-ാം സൂക്തത്തിൽ 1-ാം മന്ത്രമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്:
ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവീനാമുപശ്രവസ്തയം ജ്യേഷ്ഠരാജ്യം ബ്രഹ്മണാം ബ്രഹ്മണാസ്പദ ആനഃ ശൃണ്വന്നുതിഭീഹ സീദസാധനം. തുടർന്ന് മറ്റു വേദങ്ങളിലും പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഗണപതി പ്രകീർത്തിക്കപ്പെടുന്നത് എല്ലാ വിഘ്നങ്ങളും തീർത്ത് ചരാചര സംരക്ഷകനായിട്ട് മിക്കയിടത്തും ഗണപതിയെ സ്തുതിക്കുന്നത്. അപ്പോ പറഞ്ഞില്ലേ, അതായത് എല്ലാ വിഘ്നങ്ങളും, സകല വിഘ്നങ്ങളെയും ഇല്ലാതാക്കി, സകല വിഘ്നങ്ങളെയും മാറ്റിയിട്ട് എന്ത് ചെയ്യുകയാണ്? ചരാചര സംരക്ഷകൻ, ഈ ലോകത്തിന്റെ ചരാചരത്തിന്റെ സംരക്ഷകനും കൂടി ആയിട്ടാണ് മിക്കയിടത്തും ഗണപതി ഭഗവാനെ സ്തുതിക്കുന്നത്. അപ്പൊ ഗണപതി ഭക്തരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗണപതി ഭഗവാനെ സ്തുതിക്കാന്നുള്ളതാണ്. അതുപോലെ ഗണപതി ഹോമങ്ങൾ നടത്തുക, അത് എല്ലാവർക്കും നടത്താവുന്ന കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ഗണപതി ഭക്തരാവണം എന്ന് നിർബന്ധമില്ല. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോലി തടസ്സങ്ങള്, വിവാഹ തടസ്സങ്ങള്, അല്ലെങ്കിൽ വീട് വെക്കുന്നതിന്റെ തടസ്സങ്ങള്, ശത്രുദോഷങ്ങൾ, ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. തന്ത്രശാസ്ത്രത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഗണപതി വിഗ്രഹത്തിന്റെ നിർമ്മാണം, പ്രതിഷ്ഠ, പൂജാവിധികൾ എന്നിവ സവിസ്തരം വിവരിച്ചിട്ടുണ്ട്. ആകാശം, വായു, അഗ്നി, പൃഥ്വി, ജലം എന്നീ പഞ്ചഭൂതങ്ങളായ ഗണങ്ങളുടെ പതി അല്ലെങ്കിൽ നാഥനാണ് ഗണപതി. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ നാഥനാണ് ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ? ആകാശം, വായു, അഗ്നി, പൃഥ്വി, അതായത് ഭൂമി, ജലം. ഇതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളുടെ നാഥനാണ് ഗണപതി ഭഗവാൻ എന്നാണ് പറയുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ പോലും വിഘ്നശാന്തിക്കായി ഗണപതിയെ പൂജിക്കുന്നു. ഇപ്രകാരം പ്രപഞ്ചനാഥനായി വിളങ്ങുന്ന വിഘ്നേശ്വരനെ യഥാവിധി ധ്യാനിക്കുന്നവർക്ക് എല്ലാവിധ ക്ഷേമൈശ്വര്യങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ പോലും തങ്ങളുടെ വിഘ്നങ്ങൾ അകലാൻ വേണ്ടിയിട്ട്, വിഘ്നങ്ങളെല്ലാം ഇല്ലാതാകാൻ വേണ്ടിയിട്ട് ഗണപതി ഭഗവാനെ പൂജിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും നമ്മുടെ വിഘ്നങ്ങളെല്ലാം ഇല്ലാതാകാൻ വേണ്ടിയിട്ട്, വിഘ്നങ്ങളെല്ലാം അകറ്റി നമുക്ക് നല്ലത് നേർവഴി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. ഗണപതിയുടെ വിവിധ രൂപങ്ങൾ. പൊതുവിൽ ഗജമുഖനായ ഗണപതിയെയാണ് നാം ആരാധിക്കുന്നതെങ്കിലും ദേവന് 32 രൂപങ്ങളും ഭാവങ്ങളും ഉള്ളതായി പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഓരോ രൂപത്തിലും ഭാവത്തിലുമുള്ള ഗണപതിയെ അതാതിന്റെ പേരുകളിലാണ് അറിയപ്പെടുന്നത്. പ്രത്യേക കാര്യങ്ങൾക്ക് അതാതിന്റെ രൂപഭാവത്തിലുള്ള ഗണപതിയെ അതാതിന്റെ ധ്യാന മന്ത്രങ്ങളാൽ ആരാധിക്കുന്നത് പെട്ടെന്ന് ഫലം കിട്ടുന്നതിന് ഇടയാക്കും. പ്രപഞ്ചനാഥനായ ഗണപതിയുടെ 32 രൂപങ്ങൾ മന്ത്രസഹിതം ഇവിടെ വിവരിക്കുന്നു. അപ്പം ഗണപതി ഭഗവാന്റെ 32 രൂപങ്ങളാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത് കേട്ടോ. സർവാഭീഷ്ട സിദ്ധിക്കും വിജയത്തിനും വേണ്ടിയാണ് ഒരു കൈയിൽ താമരപ്പൂവ് ഏന്തിയ ലക്ഷ്മി ദേവിയെ ഗണപതി ഒരു കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. കയ്യിൽ മാതളം, കരിമ്പ്, ചക്രം, പാശം, ഗദ, നീലത്താമര, രത്നകലശം, കതിർ എന്നിവയും ശിരസിൽ ചന്ദ്രകലയും ധരിച്ചിരിക്കുന്നു. അരുണവർണ്ണവും 3 കണ്ണുകളുമുള്ള രൂപമാണ് മഹാഗണപതിക്ക്. അപ്പം മഹാഗണപതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹസ്തീന്ദ്ര മിന്ദുചൂടമരുണഛായം ത്രിനേത്രം രസാതിശിഷ്ടം പ്രിയാസപത്മകരായ സ്വാംഗസ്തയാ സന്തതം ബീജാപുരഗദേശു കാർമുക സചക്രാജ പശോലപ വീന്യ സ്വവിഷാണ രത്നകലശാന ഹസ്തൈർവഹന്തം ഭജേ. ഇതാണ് ഭഗവാന്റെ നാമം എന്ന് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. ഹസ്തീന്ദ്രാനനമിന്ദുചൂടമരുണഛായം ത്രിനേത്രം രസാതിശിഷ്ടം പ്രിയാസപത്മകരായ സ്വാംഗസ്തായാ സന്തതം ബീജാപുരഗദ്ദേശു കാർമുക സചക്രാജപാശോല പലവ്രീന്യാസുവിഷാണ രത്നകലശാൻ ഹസ്തൈർ വഹന്തം ഭജേ. അടുത്തത് ബാലഗണപതിയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയാണ് ബാലഗണപതിയെ ധ്യാനിക്കുന്നത്. ഉദയസൂര്യന്റെ വർണ്ണവും 4 കൈകളുമാണ് ബാലഗണപതിക്ക്. കയ്യിൽ കദളിപ്പഴം, മാങ്ങ, ചക്ക, കരിമ്പ് എന്നിവയും തുമ്പിക്കൈയിൽ മോദകവും വഹിച്ചിരിക്കുന്നു.
കരസ്ഥകദളീചൂതപനസേഷുകമോദകം ബാലസൂര്യാമിതം വന്ദേ ദേവം ബാലഗണാധിപം. ആരാധനയും മന്ത്രവും ഉത്തമം. 16 കൈകളുള്ള അരുണവർണ്ണ രൂപമാണ് വീരഗണപതിക്ക്. അടുത്തത് പറയുന്നത് വീരഗണപതിയെ കുറിച്ചാണ്. കയ്യിൽ കൊടി, കുന്തം, ശൂലം, മഴു, നാഗം, പാശം, ഗദ, അങ്കുശം, ഖഡ്വാംഗം, മുദ്ഗരം, ചക്രം, ഖഡ്ഗം, ശരം, കാർമുക, ശക്തി, വേതാളം എന്നിവ ധരിച്ചിരിക്കുന്നു. വേതാള ശക്തി, അതായത് ഭഗവാനത് ഒരു വലിയൊരു പ്രൊട്ടക്ഷനാണ്, ശക്തിയുള്ള ഭഗവാനാണ് ആ വീരഗണപതിയായിട്ടിരിക്കുന്നത്. അതായത് ആ വീര്യമുണ്ട് ഭഗവാൻ, ആ വീര്യം വരുന്നതാണ് ആ വീരഗണപതി എന്ന് പറയുന്നത്. വേതാള ശക്തി ശരകാർമുക ചക്ര ഖഡ്ഗ ഖഡ്വാംഗമുദ്ഗത ഗദാങ്കുശനാശപാശാൻ ശൂലം ച കുന്ദ പരശുധ്വജമുദ്ദഹന്തം വീരം ഗണേശ ചരുണം സതതം നമാമി. ശത്രുമോചനത്തിനാണ് വീരഗണപതി ഭഗവാനെ പൂജിക്കുന്നത്. അപ്പോൾ നമുക്ക് ശത്രുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എത്ര ശത്രുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആ വീരഗണപതി ഭഗവാനെ, ആ വീരനായിട്ടിരിക്കുന്ന ആ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ശത്രുക്കളിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കുന്നതായിരിക്കും. അടുത്തത് തരുണ ഗണപതി. രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും ആവശ്യത്തിനനുസരിച്ച് തരുണ ഗണപതിയെ ധ്യാനിക്കേണ്ടതാണ്. തരുണ ഗണപതിക്ക് യുവത്വത്തിന്റെ ശരീരകാന്തിയാണ്. ഉദയസൂര്യന്റെ നിറം, 8 കൈകളുണ്ട്. കൈകളിൽ പാശം, അപൂപം, അങ്കുശം, ഭൂഷിതം, കരിമ്പ്, ജംബു, സ്വദന്തം, കതിര് എന്നിവ വഹിച്ചിരിക്കുന്നു. പാശാങ്കുശാപൂപകപിദ്ദജംബു സ്വദന്താശാലേഷുമഭി സ്വഹസ്തൈഃ ദത്തേ സദായാസ്തരുണാരുണാഫഃ പയാസയുഷ്മാസ് തരുണോ ഗണേശഃ. അടുത്തത് ഭക്തഗണപതിയാണ്. മോക്ഷത്തിനും ഉപാസനയ്ക്കും വേണ്ടി ഭക്തഗണപതിയെ ധ്യാനിക്കണം. അപ്പോൾ നമുക്ക് മോക്ഷമാണ് വേണ്ടത്, നമുക്ക് ഭഗവാനിലേക്ക് എത്തണം, ഭഗവാൻ നാരായണനിലേക്ക്, ശ്രീകൃഷ്ണനിലേക്ക് എത്തണം, അല്ലെങ്കിൽ ശിവഭഗവാനിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഗണപതി ലോകത്തിൽ എത്തണം. നമ്മൾ ഏത് ഭക്തിയിലാണോ ഉള്ളത് ആ ഭക്തിയിൽ ആ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ആ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്തഗണപതിനെ പ്രാർത്ഥിക്കേണ്ടത്. ഭക്തഗണപതിക്ക് ശരത്കാല നിലാവിന്റെ ശോഭയാണ്. അപ്പൊ ഭക്തഗണപതിക്ക് ശരത്കാല നിലാവിന്റെ ശോഭയാണ്. 4 കൈകളിൽ കദളിപ്പഴം, മാങ്ങ, നാളികേരം, ശർക്കര പായസം എന്നിവ വഹിച്ചിരിക്കുന്നു. നാളീകേരാംന കദളീ ഗുഡപായസധാരിണം ശരചന്ദ്രാവപുഷം ഭജേ ഭക്തഗണാധിപം. അതായത് ഭഗവാൻ, ഗണപതി ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ നമുക്ക് ആഹാരം തരുന്നത്, അന്നം തരുന്നത്. അപ്പൊ നമുക്ക് ഒന്നിനും ഗണപതി ഭഗവാനെ ഭജിക്കുന്ന ഗണപതി ഭക്തരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും അന്നത്തിനൊരു മുട്ടുണ്ടാവുകയില്ല. എപ്പോഴും അവർക്ക് വിശന്നിരിക്കേണ്ടി വരില്ല. എവിടെന്നെങ്കിലും ഒക്കെ ഒരു അന്നത്തിനുള്ള വക കിട്ടും എന്നുള്ളതാണ്. കാരണം ഗണപതി ഭഗവാൻ ഒരു എന്താ പറയാ, നമുക്ക് തന്നെ അറിയാം, നമ്മൾ കാണുന്നതും അങ്ങനെയാണ്. പക്ഷെ ഗണപതി സുന്ദരനാണ്. ഇതിൽ പറയുന്ന പോലെ കൊടവയറൊക്കെയുള്ള അങ്ങനെയുള്ളതല്ല യഥാർത്ഥത്തില്. അതൊക്കെ മനുഷ്യരുടെ ഒരു ഭാവനയിൽ വരുന്നതാണ്. ഗണപതി സുന്ദരനാണ്. പക്ഷെ ഗണപതി ഭഗവാനെ ഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അന്നത്തിന് മുട്ട് വരില്ല എന്നാണ് പറയുന്നത്. കാരണം ഭഗവാൻ എപ്പോഴും എപ്പോഴും ഭക്ഷണ പ്രിയനാണ്, ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അടുത്തത് സിദ്ധി ഗണപതിയാണ്. മന്ത്രം, മോക്ഷം, ആഗ്രഹം എന്നിവയ്ക്കായി സിദ്ധി ഗണപതിയെ ഭജിക്കണം. അപ്പോൾ നമുക്ക് മന്ത്രം, എന്തെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ കിട്ടണം, മോക്ഷം ലഭിക്കണം, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിദ്ധി ഗണപതി രൂപത്തിലുള്ള ആ സിദ്ധി ഗണപതിയെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. സ്വർണ്ണവണ്ണ ശരീരം,
4 കൈകളിൽ പൂക്കൾ, കരിമ്പ്, മാങ്ങ, മഴു, തുമ്പിക്കൈയിൽ മോദകം എന്നിവയാണ് സിദ്ധിഗണപതിയുടെ രൂപഭാവം. പക്വചൂധബല പുഷ്പമഞ്ജരി ചേഷു ദണ്ഡതില മോദകൈഹാസഃ ഉദ്വാഹൻ പരശുമസ്തുതേ നമഃ ശ്രീ സമൃദ്ധിയുതഃ ഹേമ പിംഗള. അടുത്തത് ശക്തി ഗണപതിയാണ്. ഭയനിവാരണത്തിനാണ് ശക്തി ഗണപതിയെ ധ്യാനിക്കുന്നത്. സന്ധ്യാസമയത്തെ സൂര്യവർണ്ണമാണ് ശക്തി ഗണപതിക്ക്. കയ്യിൽ പാശവും ശ്രുണിയും വഹിച്ച് ദേവിയുടെ മടിയിലിരുന്ന് പരസ്പരം ആശ്ലേഷിക്കുന്നു. ആലിംഗദേവീം ഹരിതാംഗയിഷ്ടീം പരസ്പരാശ്ലിഷ്ടഘടി പ്രദേശം സന്ധ്യാരുണം പാശശ്രണീവഹന്തം ഭയാപഹം ശക്തി ഗണേശമീഢേ. അപ്പോ ശക്തി ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ ശക്തി ഗണപതി എന്ന് പറഞ്ഞാൽ അത്രയും ശക്തിയുള്ള ഗണപതി ഭഗവാനാണ്. ഈ ഭഗവാനാകട്ടെ ദേവിയുടെ മടിയിലാണ് ഇരിക്കുന്നത്. സന്ധ്യാസമയത്ത് സൂര്യവർണ്ണമാണ് ഈ ഗണപതി ഭഗവാൻ, ഈ ശക്തി ഗണപതി ഭഗവാൻ ഉള്ളത്. നമുക്ക് ഭയനിവാരണത്തിന് എന്തെങ്കിലുമൊക്കെ ഭൂതപ്രേത പിശാചുക്കളിൽ നിന്നുള്ള ഭയമോ അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും ഉള്ള ഭയമോ അങ്ങനെ മറ്റു എന്തെങ്കിലുമൊക്കെ ഭയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭയമെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്തി ഗണപതിയെ പ്രാർത്ഥിക്കേണ്ടത്. അടുത്തത് ദ്വിജഗണപതിയാണ്. വിദ്യാഭ്യാസത്തിനും വിജ്ഞാനത്തിനും ദ്വിജഗണപതി പ്രീതി അത്യുത്തമമാണ്. നിലാവിന്റെ നീലനിറം, 4 ശിരസ്, 4 കൈകൾ എന്നിവയാണ് ദ്വിജഗണപതിയുടെ രൂപം. കയ്യിൽ പുസ്തകം, ജപമാല, ദണ്ഡം, കമണ്ഡലു എന്നിവ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ദ്വിജഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനും വിജ്ഞാനത്തിനും വേണ്ടിയിട്ടാണ് ദ്വിജഗണപതിനെ പ്രാർത്ഥിക്കേണ്ടത്. നിലാവിന്റെ നിറം, ദ്വിജഗണപതിക്ക് നിലാവിന്റെ നിറമാണ്. 4 ശിരസുണ്ട്, 4 കൈകളുണ്ട്. ഇതില് ഒന്നില് പുസ്തകം, ഒരു കയ്യില് ജപമാല, ഒരു കയ്യില് ദണ്ഡം, മറ്റൊരു കയ്യില് കമണ്ഡലു എന്നിവ ധരിച്ചിരിക്കുന്നു. അപ്പൊ ഈ ദ്വിജഗണപതിനെയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അതുപോലെ മുതിർന്നവർക്കായാലും അവരുടെ വിദ്യാഭ്യാസത്തിനോ വിജ്ഞാനത്തിനോ വേണ്ടിയിട്ട്, അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട രൂപമാണ് ദ്വിജഗണപതി രൂപമായ ഈ ദ്വിജഗണപതിയെ. യം പുസ്തകാക്ഷഗുണദണ്ഡകമണ്ഡലു ശ്രീ വിദ്യോദമാന കരഭൂഷണമിന്ദുവർണം സ്തംഹേരമാനന ചതുഷ്ടയ ശോഭമാനനം ത്വായഃ സ്മരേത് ദ്വിജഗണാധിപതേ സധന്യഃ. അപ്പോൾ ദ്വിജഗണപതി ഭഗവാന്റെ നാമം ഇതാണ്. അടുത്തത് വരദഗണപതിയാണ്. കുടുംബത്തിൽ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകാൻ വരദഗണപതി പ്രസാദിച്ചാൽ മതി. ചുവന്ന നിറത്തോടു കൂടിയ ശരീരമുള്ളവനും 3 കണ്ണുകളും 4 കൈകളും ഉള്ളവനുമാണ് വരദഗണപതി. ചന്ദ്രകല, അങ്കുശം, പാശം, വരദം എന്നിവ ധരിച്ചിരിക്കുന്നു. മറുകൈയാൽ ദേവിയെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. അപ്പോ നമ്മുടെ കുടുംബത്തില് ക്ഷേമവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വരദഗണപതിയെ പ്രാർത്ഥിക്കാം. അപ്പൊ വരദാനം നൽകുന്ന രൂപത്തിൽ ഇരിക്കുന്ന ഗണപതി ഭഗവാനാണ് വരദഗണപതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരദാനം നൽകുന്ന രൂപത്തിലിരിക്കുന്ന ഭാവത്തിലുള്ള ആ വരദഗണപതിയെ നമുക്ക് പ്രാർത്ഥിക്കാം. സിന്ദൂരാഭമിഫാനനം ത്രിനയന ഹസ്തക്ഷേപാശാങ്കുശൗ ബിഭ്രാണാം മധുമത് കപാല നിശംസാദിന്ദു മൗലിം ഭജേ പൃഷ്ട്യാശ്ലിഷ്ടതനും ദ്രിജാകരയാ പദ്മോല്ല സദ്വംസ്തയാ തദ്യോന്യാഹിത പാണിമാതവസ്മത് വസുമത് പാത്രോല സത് പുഷ്കരം. ഇതാണ് വരദഗണപതി ഭഗവാന്റെ ആ മന്ത്രം എന്ന് പറയുന്നത്. അപ്പോ കുടുംബത്തില് എന്തൊക്കെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ വരദഗണപതി ഭാവത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ അമ്പലത്തിൽ പോയി തേങ്ങ ഉടയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫലം ഉണ്ടാവും. കുടുംബത്തിൽ ഐശ്വര്യവും ക്ഷേമവും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. ഗണപതി ഹോമം ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിലും
നമുക്ക് കുടുംബത്തിലെ ക്ഷേമം ഐശ്വര്യമൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. ഏകാക്ഷര ഗണപതി. വശ്യത്തിനും അഭീഷ്ട സിദ്ധിക്കും വേണ്ടി ഏകാക്ഷര ഗണപതിയെ ധ്യാനിക്കണം. ചുവന്ന വസ്ത്രം ധരിച്ചവനും ചുവന്ന ശരീരത്തോടു കൂടിയവനുമാണ് ഏകാക്ഷര ഗണപതി. ചെറിയ കൈകാലുകൾ ഈ ഗണപതി ഭാവത്തിന്റെ പ്രത്യേകതയാണ്. 4 കൈകളിലായി അങ്കുശം, പാശം, അഭയം, വരദം എന്നിവ വഹിച്ചിരിക്കുന്നു. സർപ്പഭൂഷിതനും കുറിക്കൂട്ടുകൾ അണിഞ്ഞവനുമാണ് ഈ ഗണപതി. അപ്പോ ഏകാക്ഷര ഗണപതിയെ നമുക്ക് വശ്യത്തിനും അഭീഷ്ട സിദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതായത് നമുക്കിപ്പോ നമ്മുടെ ഭർത്താവ് തന്നെ നമ്മൾ ആ ഒരു സ്നേഹം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭർത്താവിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. അതൊരു വശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏകാക്ഷര ഗണപതി ഭഗവാനെ ആ ഒരു രൂപത്തിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. രക്തോ രക്താംഗരാഗാങ്കുശ കുസുമയൂത സ്തുന്ദിചന്ദ്രമൗലീഹ രത്നൈർയുക്ത സ്ത്രീഭിർ വാമനകരചരണോ ബീജപുരം ദധാനഃ ഹസ്താഗ്രാക്ലപ്തമ പാശാങ്കുശരത വരദോ നാഗഭക്ത്രോ ഹി പൂഷോ. അടുത്തത് ലക്ഷ്മി ഗണപതിയാണ്. നമ്മൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ, മിക്ക ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ നമ്മൾ ലക്ഷ്മി ഗണപതിയായിട്ട് ഇരിക്കുന്ന രൂപം കാണാറുണ്ടല്ലേ. ഐശ്വര്യ സമ്പൂർണമായ കുടുംബജീവിതത്തിന് അത്യുത്തമം അത്രേ ലക്ഷ്മി ഗണപതി ഭാവ അർച്ചനയും ധ്യാനവും. അപ്പോൾ ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് അത്യുത്തമമാണ് ലക്ഷ്മി ഗണപതി ഭാവ അർച്ചനയും ധ്യാനവും എന്ന് പറയുന്നത്. സ്വർണവർണം 8 കൈകൾ തത്ത, മാണിക്യം, മാതളം, അങ്കുശം, പാശം, കൽപ്പലത, വരം, ഖഡ്ഗം എന്നിവ കയ്യിൽ വഹിച്ചിരിക്കുന്നു. ഒരു കൈ കൊണ്ട് ലക്ഷ്മി ദേവിയെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. ലക്ഷ്മിയുടെ ഒരു കൈയിൽ താമരയും മറുകൈയിൽ വരവും. അപ്പോൾ ലക്ഷ്മി ദേവീനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു രൂപമാണ് ലക്ഷ്മി ഗണപതി എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷ്മി ദേവിയുടെ കയ്യിൽ ഒരു താമരയുണ്ട്, മറുകൈയിൽ വരമുണ്ട്. അതായത് വരം കൊടുക്കുന്ന ദേവിയായിട്ടാണ് ലക്ഷ്മി ഗണപതി ഭാവത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള ജീവിതം വേണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് ലക്ഷ്മി ഗണപതി ഭഗവാനെ ആ ഒരു ഭാവത്തിൽ നമുക്ക് ഭജിക്കാവുന്നതാണ്. ബിഭ്രാണകാശുകബീജപുരകമിലമാണിക്യ കുംഭാങ്കുശാൻ പാശം കൽപ്പലതാം ജഗഡ്ഗ വിലസത് ജ്യോതിഹ സുധാനിർധരാഹ ശ്യാമേനാത്ത സരോരുഹേണ സഹിതം ദേവീ ദ്വയം ചാന്തികേ ഗൗരാം ഗോവരദാന ഹസ്തസഹിതോ ലക്ഷ്മീ ഗണേശോഫ വദാത്. അടുത്തത് വിഘ്ന ഗണപതിയാണ്. ഏതൊരു പ്രവർത്തന രംഗത്തെയും തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടിയും ശത്രുദോഷങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയുമാണ് വിഘ്ന ഗണപതിയെ ധ്യാനിക്കുന്നത്. സർവാഭരണ വിഭൂഷിതനും സ്വർണവർണ്ണ നിറത്തോടു കൂടിയവനുമാണ് വിഘ്ന ഗണപതി. 10 കൈകളുണ്ട്. കൈകളിൽ ശംഖ്, പൂക്കൾ, കരിമ്പ്, പാശം, മഴു, ചക്രം, കൊമ്പ്, അമ്പ്, ആവനാഴി, തോട്ടി എന്നിവ വഹിച്ചിരിക്കുന്നു. അപ്പോൾ ഏതൊരു പ്രവർത്തന രംഗത്തും, അതായത് ബിസിനസ് മേഖല അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു തൊഴിൽപരമായിട്ടുള്ളത്, അങ്ങനെയുള്ള ഏത് പ്രവർത്തന രംഗത്ത് വേണമെങ്കിലും നമുക്ക് അതിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ശത്രുദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ശത്രുദോഷങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ വിഘ്ന ഗണപതിയെ ആ ഒരു രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ശംഖേഷു ചാപകുസുമേഷു കുടാരപാശ ചക്രസ്വന്ദശ്രണി മഞ്ജരീകാശരൗഹൈ പാണിശ്രീതൈഹ പരിസമീഹിതഭൂഷണ ശ്രീ വിഘ്നേശ്വരോ വിജയ തതോപനീയ ഗൗരാഹ. ഇതാണ് വിഘ്ന ഗണപതിയുടെ മന്ത്രം എന്ന് പറയുന്നത്. അടുത്തത് ക്ഷിപ്ര ഗണപതി. നിത്യപൂജയ്ക്കും ക്ഷേമൈശ്വര്യങ്ങൾക്കും ധ്യാനിക്കാം. പെട്ടെന്ന് പ്രസാദിക്കുന്നതാണ്. 4 മണിപ്പൂവിന്റെ നിറത്തോടു കൂടിയതാണ് ക്ഷിപ്ര ഗണപതി. അതായത് ക്ഷിപ്രപ്രസാദമാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വരം നൽകുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ഷേമൈശ്വര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. നമ്മുടെ ക്ഷേമൈശ്വര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ക്ഷിപ്രപ്രസാദ ഗണപതിയെ ക്ഷിപ്ര ഗണപതിയെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. 4 കൈകളിലായി കൊമ്പ്, പാശം, കുംഭം, കൽപ്പലത എന്നിവ വഹിച്ചിരിക്കുന്നു.
അപ്പം 4 കൈകളിലായിട്ട് കൊമ്പും പാശവും കുംഭവും കൽപ്പലതയും ആണ് ക്ഷിപ്ര ഗണപതി ധരിച്ചിരിക്കുന്നത്. ദന്തകൽപലതാ പാശശബ്ദ കുംഭാങ്കുശോജ്വലം ബന്ധൂകമണിയാഭാം ധ്യായേത് ക്ഷിപ്രഗണാധിപം. പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ഭഗവാനായതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഈ ക്ഷിപ്ര ഗണപതി ഭാവത്തിൽ കണ്ട് ഭഗവാനെ പൂജിക്കാറുണ്ട്. ഉച്ഛിഷ്ട ഗണപതി. ബിസിനസ്, വസ്തുവകകളുടെ കൊടുക്കൽ വാങ്ങൽ എന്നിവ തടസ്സം കൂടാതെ നടന്നു കിട്ടാൻ ഈ ഗണപതി ഭഗവാനെ ധ്യാനിച്ചാൽ മതി. തുമ്പിക്കൈയിൽ മാതളവും വീണ, നീലത്താമര, കതിർ, ജപമാല എന്നിവയും വഹിച്ചിരിക്കുന്ന ഗണപതിയാണ് ഉച്ഛിഷ്ട ഗണപതി ഭാവം. അപ്പം ബിസിനസ് വസ്തുവകകളുടെ കൊടുക്കൽ വാങ്ങും. അപ്പൊ ചിലരൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ക്യാഷിന് ആവശ്യം വരുന്ന ടൈമിൽ ഉള്ള വസ്തുവൊക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു വാങ്ങാനുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവര്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനെ വസ്തുവകകൾ കൊടുക്കൽ വാങ്ങൽ അതിലൊക്കെ ഒരുപാട് നാളായിട്ട് തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊന്നും പെട്ടെന്ന് തന്നെ അത് വസ്തു വിറ്റു പോകുന്നില്ല, അതിൽ ഒരു തടസ്സം ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ ഉള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഉച്ഛിഷ്ട ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ കർമ്മവും നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ വെറുതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു ഫലവും ഇല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയും കൂടെ ചെയ്യണം എന്നാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നടക്കുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട ഭഗവാനാണ്. അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഉച്ഛിഷ്ട ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. നീലാബ്ജദാടിമേ വീണാശാലി ഗുഞ്ചാശസൂത്രകം ദദദുച്ഛിഷ്ട നാമായം ഗണേശ പാതുമേ ജഗഃ. ഇതാണ് ഭഗവാന്റെ മന്ത്രം എന്ന് പറയുന്നത്. അടുത്തത് ത്രിമുഖ ഗണപതി. ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഈ ത്രിമുഖ ഭാവത്തെ ഭജിക്കാം. ചുവന്ന പ്ലാശ്യൻ പൂവ് നിറം, സ്വർണത്താമര സിംഹാസനത്തിൽ ഇരിക്കുന്നു. 6 കൈകൾ, അങ്കുശം, അമൃതകുംഭം, അക്ഷമാല, വരം, പാശം, അഭയം എന്നിവ ധരിച്ചിരിക്കുന്നു. അപ്പോ നമുക്ക് ക്ഷേമത്തിന്, നമ്മുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഈ ത്രിമുഖ ഗണപതി ഭഗവാനെ ഒരു ത്രിമുഖ ഗണപതി ഭാവത്തില് നമുക്ക് പൂജിക്കാവുന്നതാണ്. ശ്രീമത്തീഷ്ണ ശിഖാങ്കുശാക്ഷവരദാൻ ദക്ഷേദാനഃ കരൈഃ പാശം ചാമൃത പൂർണ്ണ കുംഭഭയം വാമേ ദദാനേ മുദാം പീഠം സ്വർണമയാരവിന്ദ ഗിലസത്കർണികാഭാസുരേ സ്വാസീന സ്ത്രീമുഖഃ പലാശരുചിരോ നാഗാനനഃ പാതുനഃ. ഇതാണ് ഭഗവാന്റെ മന്ത്രം എന്ന് പറയുന്നത്. അടുത്തത് ക്ഷിപ്രപ്രസാദ ഗണപതി. തടസ്സങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടാൻ ക്ഷിപ്രപ്രസാദ ഗണപതിയെ ധ്യാനിക്കണം. ചന്ദ്രകലാധരനായ ക്ഷിപ്രപ്രസാദ ഗണപതിക്ക് 4 കൈകളാണ്. അരുണവർണ്ണ ശരീരത്തോടു കൂടിയവനാണ്. കൈകളിൽ താമര ഇതളുകൾ, പാശം, ദന്തം, അങ്കുശം, കൽപ്പലത എന്നിവയും തുമ്പിക്കൈയിൽ മാതളവും വഹിച്ചിരിക്കുന്നു. ധൃതപാശാങ്കുശകൽപദാ സ്വദഞ്ച ബീജപുരയുതഃ ശശികലകലിത മൗലീ സ്ത്രിലോചനോരുണാച്ച ഗജവദനഃ ഭാസുരഭൂഷണദീപ്തോ ബൃഹദുദരഃ പത്മവിഷ്ടരോല്ലസിതഃ വിഘ്നപയോദര പവനഃ കരധൃതകമലഃ സദാത്യുമേദ്യൂതേഹ. അപ്പോൾ തടസ്സങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്ഷിപ്രപ്രസാദ ഗണപതി ഭഗവാനെ നമ്മൾ ധ്യാനിക്കേണ്ടത്. ക്ഷിപ്രപ്രസാദ ഗണപതി ഭഗവാൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രകലാധരനാണ്. ഇങ്ങനെ ചന്ദ്രകലയാണുള്ളത്. അതുപോലെ തന്നെ 4 കൈകളാണുള്ളത്. അരുണവർണ്ണത്തോടു കൂടിയ ശരീരമുള്ള ഭഗവാനാണ്. കൈകളിൽ താമര ഇതളുകൾ, പാശം, ദന്തം, അങ്കുശം, കൽപ്പലത എന്നിവയും ധരിച്ചിരിക്കുന്നു. ഇനി തുമ്പിക്കൈയിലാണെങ്കിലോ മാതളം വഹിച്ചിരിക്കുന്ന ഗണപതി ഭഗവാനാണ്. അടുത്തത് ഹേരംബ ഗണപതി. വളരെ വിഷമമുള്ള കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ ഹേരംബ ഗണപതി സിദ്ധി സഹായിക്കും. വെളുത്ത നിറം, 5 തലകളും 10 കൈകളുമുള്ള രൂപമാണ് ഗണപതിക്ക്. കൈകളിൽ ദന്തം, പാശം, മഴു, തോട്ടി, മാല, മോദകം, അഭയം, ഖരം, മുദ്ഗരം, മാതളം എന്നിവ വഹിച്ച്
സിംഹാരൂഢനായിട്ടിരിക്കും. അപ്പൊ സിംഹാരൂഢനായിട്ടിരിക്കുന്ന ആ ഭഗവാനാണ് ഹേരംബ ഗണപതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വളരെ വിഷമമുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, വളരെ വിഷമങ്ങൾ ഉണ്ടാവുന്നു, തടസ്സങ്ങൾ ഉണ്ടാവുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു, ഒന്നും അങ്ങോട്ട് നേരെ ആവുന്നില്ല എന്ന് വരുന്ന സാഹചര്യത്തില് നമുക്ക് ഈ ഹേരംബ ഗണപതി ഭഗവാനെ പൂജിക്കാവുന്നതാണ്. അഭയവരദ ഹസ്തഃ പാശാദണ്ഡാക്ഷമാലാ ശ്രീണിപരശുധനോ മുദ്ഗരം മോദകം ച ഫലമധിഗത സിംഹഃ പഞ്ചമാതാംഗവക്ത്രാ ഗണപതിരതി ഗൗരഃ പാതു ഹേരംബ നാമഃ. പാതു ഹേരംബ നാമഃ. അപ്പൊ പാതു ഹേരംബ നാമഃ. അടുത്തത് ഡുണ്ടി ഗണപതിയാണ്. സർവാഭീഷ്ട സിദ്ധിക്കായി ഡുണ്ടി ഗണപതിയെ ധ്യാനിക്കണം. ചുവന്ന ശരീരത്തോടു കൂടിയ ഡുണ്ടി ഗണേശന് 4 കൈകളുണ്ട്. അക്ഷമാല, മഴു, രത്നം, ദന്തം എന്നിവ വഹിച്ചിരിക്കുന്നു. അക്ഷമാലാങ്കുടാരം ച രത്നപാത്രം സ്വദന്തകം ദന്തേ കരൈർവിഘ്നരജോ ഡുണ്ടി നാമാമുദേ സ്തുനഃ. അപ്പൊ സർവാഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡുണ്ടി ഗണപതിനെ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തൊക്കെ അഭീഷ്ടങ്ങളുണ്ടോ, എല്ലാ സർവാഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡുണ്ടി ഗണപതി ഭാവത്തിലുള്ള ആ ഭഗവാനെ പൂജിക്കാവുന്നതാണ്. അടുത്തത് ഹരിദ്രാ ഗണപതി. സ്ത്രീകളുടെ നന്മയ്ക്കും ഏറെ പ്രയോജനകരമാണ് ഹരിദ്രാ ഗണപതി പ്രീതി. അപ്പോൾ സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമാണ് ഹരിദ്രാ ഗണപതി പ്രീതി എന്ന് പറയുന്നത്. അപ്പൊ ഹരിദ്രാ ഗണപതിയെ നമ്മൾ സ്ത്രീകൾ എല്ലാവരും തീർച്ചയായിട്ടും ഭജിക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് അത്രയും എന്താ പറയാ പ്രയോജനകരമാണ് ഹരിദ്രാ ഗണപതിയെ ഭജിക്കുമ്പോൾ. മഞ്ഞ ശരീര കാന്തിയോട് കൂടിയ ഹരിദ്രാ ഗണപതി 4 കൈകളിലായി പാശം, മോദകം, അങ്കുശം, ദന്തം എന്നിവ ധരിച്ചിരിക്കുന്നു. ഹരിദ്രാവം ചതുർബാഹും ഹരിദ്രവദനം പ്രഭും പാശാങ്കുശധരം ദേവം മോദകം ദന്തമേവ ച ഭക്താദയ പ്രതാദാരം വന്ദേ വിഘ്ന വിനാശനം. ഇതാണ് ഹരിദ്രാ ഗണപതി ഭഗവാന്റെ മന്ത്രം എന്ന് പറയുന്നത്. അടുത്തത് ഋണമോചക ഗണപതിയാണ്. കടങ്ങൾ ഒഴിവായി കിട്ടാൻ ഋണമോചക ഗണപതിയെ പ്രീതിപ്പെടുത്തിയാൽ മതി. സ്ഫടിക നിറത്തോടു കൂടിയ ഋണമോചക ഗണപതി 4 കൈകളിലായി ദന്തം, അത്തിപ്പഴം, അങ്കുശം, പാശം എന്നിവ ധരിച്ചിരിക്കുന്നു. പാശാങ്കുശൗ ദന്തജംഭൂദാനഃ സ്ഫടികപ്രഭഃ രക്താംശുകോ ഗണപതിർമുദേ സ്യാദൃണമോചകഃ. അപ്പോൾ പലരും കടബാധ്യതകൾ കൊണ്ടൊക്കെ വലയുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ കടബാധ്യതകൾ കൊണ്ട് വലയുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഋണമോചക ഗണപതിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. നാം ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? ആ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഗണപതി ഭഗവാന്റെ പല ഭാവത്തിലുള്ള രൂപങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പല പല തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഉത്തമമായിരിക്കും. അപ്പൊ നമ്മുടെ കടങ്ങളെല്ലാം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഋണമോചക ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. യോഗ ഗണപതി. മോക്ഷം യോഗാരൂഢോ യോഗ പട്ടാഭിരാമോ ബലാർക്കവാ ചന്ദ്ര നീലാംശുകാട്യഃ പാശേ ചക്ഷാൻ യോഗദണ്ഡം ദദാനോ പായാ നിത്യം യോഗ വിഘ്നേശിരോനഃ. മോക്ഷം, യോഗജ്ഞാനം എന്നീ കാര്യങ്ങൾക്കായി യോഗ ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നു. ചുവന്ന ശരീരത്തോടു കൂടി യോഗാസനത്തിലിരിക്കുന്ന ഗണപതി നീലവസ്ത്രം ധരിച്ചിട്ടുള്ളവനും 4 കൈകളിലായി കരിമ്പ്, അക്ഷമാല, പാശം, ദണ്ട് എന്നിവ വഹിച്ചിട്ടുള്ളവനുമാണ്. അപ്പോൾ നമുക്ക് മോക്ഷം വേണം, അല്ലെങ്കിൽ യോഗയില് ജ്ഞാനങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെയാണ്? യോഗ ഗണപതി ഭഗവാനെ നമുക്ക് ഭജിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മോക്ഷം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ് അല്ലേ? നമ്മുടെ ഈ ജന്മത്തില് വളരെയധികം ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങള്, വിഷമങ്ങള്, കഷ്ടപ്പാടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ യോഗ ഗണപതി ഭഗവാനെ ആ ഒരു ഭാവത്തില് പ്രാർത്ഥിക്കാവുന്നതാണ്. അടുത്തത് സൃഷ്ടി ഗണപതി.
ഇവിടെ വന്ന് കുറുമ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ദാമ്പത്യവും സന്താന സൗഖ്യവും സൃഷ്ടി ഗണപതി പ്രദാനം ചെയ്യും. ചുവന്ന നിറത്തോടു കൂടിയ മൂഷിക വാഹനനാണ് സൃഷ്ടി ഗണപതി. 4 കൈകളിലായി അങ്കുശം, ദന്തം, മാങ്ങ, പാശം എന്നിവ വഹിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ദാമ്പത്യത്തിന് വേണ്ടിയിട്ട്, സന്താന സൗഖ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് സൃഷ്ടി ഗണപതി ഭാവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇന്നുവരെ സ്കൂളില്ല കേട്ടോ, അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. പാശാങ്കുശ സ്വദന്താമ്രഫലവനാകു നിക്ക് ഒരു മിനിറ്റ്. പാശാങ്കുശ സുദന്താമ്രഫലവനാകു വാഹനഃ വിഘ്നം നിഹന്തുന ശോണഃ സൃഷ്ടിദക്ഷോ വിനായകഃ. അപ്പൊ നമ്മുടെ ആ വിഘ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൃഷ്ടി ഗണപതി ഭാവത്തില് സൃഷ്ടി ഗണപതി ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ എന്താ പറയാ, കുഞ്ഞുങ്ങളൊക്കെ തന്നെ ആ ഒരു ഗണപതിയുടെ ഒരു അംശം തന്നെ എന്ന് പറയാം അല്ലേ ചില സമയത്ത്. ഇപ്പൊ ഗണപതി എന്ന് പറഞ്ഞാൽ കുസൃതിയാണ്, വളരെ വലിയ കുസൃതിയാണ് ഗണപതി ഭഗവാൻ. അപ്പൊ നമുക്ക് ആ ഗണപതിനെ ഉണ്ണി ഗണപതിയായിട്ട് ബാലഗണപതിയായിട്ടും പൂജിക്കാവുന്നതാണ്. അടുത്തത് അപ്പം സൃഷ്ടി ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്താന സൗഖ്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നല്ല ദാമ്പത്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് സൃഷ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. അടുത്തത് വിജയ ഗണപതി. ജീവിതത്തിലെ എല്ലാ വൈഷമ്യങ്ങളിൽ നിന്നും കരകയറാൻ വിജയ ഗണപതി പ്രസാദിച്ചാൽ മതി. മൂഷിക വാഹനത്തിൽ ഇരിക്കുന്ന രക്തവർണ്ണനാണ് വിജയ ഗണപതി. 4 കൈകളിലായി അങ്കുശം, ദന്തം, പാശം, മാങ്ങ എന്നിവ വഹിച്ചിരിക്കുന്നു. അപ്പൊ ജീവിതത്തിലുള്ള എല്ലാ വൈഷമ്യങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിജയ ഗണപതി ഭാവത്തിലിരിക്കുന്ന ആ വിജയ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. പാശാങ്കുശ സുദന്താമ്രഫലവനാകു വാഹനഃ വിഘ്നം നിഹന്തുന സർവം രക്തവർണോ വിനായകഃ. അടുത്തത് നമുക്ക് ഉദ്ദണ്ഡ ഗണപതിയാണ്. വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ശക്തി ഉദ്ദണ്ഡ ഗണപതി പ്രദാനം ചെയ്യുന്നു. ചുവന്ന ദേഹകാന്തിയുള്ള ഗണപതി ദേവിയുടെ മടിയിൽ ഇരുന്ന് ദേവിയെ ആലിംഗനം ചെയ്യുന്നു. 12 കൈകളുണ്ട്. താമര, കൽഹാരം, മാതളം, ദന്തം, ഗദ, മാങ്ങ, അങ്കുശം, പാശം, കരിമ്പ്, പുഷ്പം, രത്നം, കതിർ എന്നിവ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്ദണ്ഡ ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ അല്ലെ, ചില ഓഫീസുകളിലൊക്കെ ഇങ്ങനെ സൂപ്പർവൈസറൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നവർ കാണും, മാനേജേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലാണ്. അങ്ങനെ പല പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. പല വലിയ പദവിയിൽ ഇരിക്കുന്നവരുണ്ട്, അവർക്ക് പല പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നിറവേറ്റിയിട്ട് അതിൽ ആ ഒരു ശക്തി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉദ്ദണ്ഡ ഗണപതി ഭാവത്തില് ഉദ്ദണ്ഡ ഗണപതിയെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. കൽഹാരാംബുജ ബീജ പൂരകഗതാദന്തേഷു ചാപസുമം ബിഭ്രാണോ മണികുംഭശാലി കലശം പാശം ശ്രീണിം ചാബ്ജകം ഗൗരാംഗ്യാരുചിരാരവിന്ദ കരയാ ദേവ്യാ സമം സമാലിംഗിതഃ ശോണാംഗഃ ശുഭമാദാനോദു ഭജതാമുദണ്ഡ വിഘ്നേശ്വരഃ. അപ്പൊ ഇത് നമ്മള് ഗണപതി ഭഗവാനെ എന്നല്ല, ഏത് ഭഗവാനെ ആയാലും, കൃഷ്ണനെ ആയാലും, ശ്രീകൃഷ്ണനെ ആയാലും, മഹാവിഷ്ണുവിനെ ആയാലും, ശിവഭഗവാനായാലും, ദേവിയായാലും ആര് നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മുടെ മനസ്സിൽ ആ നന്മ ഉണ്ടാവണം. വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ട് നടക്കില്ല. ഒരാളെ നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ സ്വാർത്ഥപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടി ആവരുത് ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ കാര്യങ്ങൾ നടക്കും, പക്ഷെ അതിന് അത്രയും പ്യുവറായിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. എങ്കിലേ നമുക്ക് ഈ ഓരോ രൂപങ്ങളിലുള്ള ആ ഭാവങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള ഫലം കിട്ടുകയുള്ളൂ. അതും കൂടി മനസ്സിലാക്കണം കേട്ടോ. ഊർധ്വ ഗണപതി. ദാമ്പത്യ സുഖത്തിന് വേണ്ടിയാണ് ഊർധ്വ ഗണപതിയെ ഭജിക്കേണ്ടത്. സ്വർണ്ണവണ്ണ ശരീരകാന്തിയുള്ള ഗണപതിക്ക് 8 കൈകളുണ്ട്. ഒരു കൈ കൊണ്ട് ഹരിതശോഭയുള്ള ദേവിയെ ചുറ്റിയിരിക്കുന്നു. മറ്റു കൈകളിൽ കൽഹാരം, കരിമ്പ്, കതിർ, ബാണ, ഗദ, താമര എന്നിവ ധരിച്ചിരിക്കുന്നു. കൽഹാരശാലി കമലേഷു ചാപബാണ ദന്തപ്രരോഹ ഗതി കനകോജ്വലാംഗഃ ആലിംഗനോദ്യുക്ത കരോഹിതാംഗയിഷ്ട്യഃ ദേവ്യാ കരോതു ശുഭമൂർധഗണാധിപോ മേ. അപ്പോൾ ദാമ്പത്തിക സുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക്
ഊർധ്വ ഗണപതിയെ ആ ഒരു ഭാവത്തില് ഊർധ്വ ഗണപതിയായിട്ട് ഭജിക്കാം. അപ്പൊ ഊർധ്വ ഗണപതി ഒരു ദേവീനെ കൈകൊണ്ട് ഇങ്ങനെ ചുറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു ഭാവമാണ് ഊർധ്വ ഗണപതിക്കുള്ളത്. അടുത്തത് സങ്കടഹരണ ഗണപതി. എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടഹരണ ഗണപതി തീർത്തു തരുന്നതാണ്. ഉദയസൂര്യന്റെ നിറത്തോടു കൂടി ചുവന്ന താമരയിൽ ഇരിക്കുന്ന ഗണപതി മടിയിൽ ഒരു ബാലനെ വഹിച്ചിരിക്കുന്നു. 4 കൈകളിലുമായി അങ്കുശം, വരദം, പാശം, പായസപാത്രം എന്നിവ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ദുരിതങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് സങ്കടഹരണ ഗണപതിനെ ഭജിക്കേണ്ടത്. ബാലാർക്കാരുണകാന്തിർവാമേ ബാലാം വഹന്തംഗേ രസദിന്ദീവരഹസ്താംഗ ഗൗരാംഗി രത്നശോഭാഢ്യാം ദക്ഷേങ്കുശവരദാനം വാമേ പശം പാശം ച പായസപാത്രം നീലാംശുകല സമാനഃ പീഡേ പത്മാരുണോദീശൻ സങ്കടഹരണ പായാത് സങ്കടപുകാത് ഗജാനനോ നിത്യം. അപ്പൊ എല്ലാ വിധത്തിലുള്ള നമ്മുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സങ്കടഹരണ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അടുത്തത് ദ്വിമുഖ ഗണപതിയാണ്. ആളുകളെ വശീകരിക്കാനാണ് ദ്വിമുഖ ഗണപതി സിദ്ധി നേടുന്നത്. പച്ചയും നീലയും ഇടകലർന്ന 2 മുഖം, രത്നകിരീടവും രത്നനിറ വസ്ത്രങ്ങളും ധരിച്ച ഗണപതി 4 കൈകളിലായി രത്നകുംഭം, പാശം, അങ്കുശം, ദന്തം എന്നിവ ധരിച്ചിട്ടുണ്ട്. സ്വദന്ത പാശാങ്കുശരത്നപാത്രം കരൈർദദാനോ ഹരിനീലഗാത്രഃ രക്താംശുഗോ രത്നകിരീടമൗലി ഭൂതേ സദാമതിമുഖോ ഗണേശഃ. അപ്പൊ ആളുകളെ വശീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദ്വിമുഖ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, ആളുകളെ വശീകരിക്കാനാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. അതായത് ചിലപ്പോ ഭർത്താവ് പിണങ്ങിയേ മറ്റു സ്ത്രീകളോ അങ്ങനെ എന്തെങ്കിലും പോണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നു. അപ്പൊ ആ ഭർത്താവിനെ വശീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ദ്വിമുഖ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ തിരിച്ച് ഭാര്യ മറ്റെന്തെങ്കിലും ഇഷ്ടങ്ങളിൽ പോന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ ശ്രദ്ധിക്കില്ല, അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ആ ഭാര്യ മടങ്ങി വരാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഭാര്യയെ വശീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ദ്വിമുഖ ഭാവത്തിലുള്ള ദ്വിമുഖ ഗണപതിനെ പ്രാർത്ഥിക്കാം. അപ്പൊ അങ്ങനെ ഉള്ള ഇതാണ് പറയുന്നത്, അല്ലാതെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. മനസ്സിലായോ? ചിലരുണ്ട് എന്തെങ്കിലുമൊക്കെ വശീകരണ മന്ത്രങ്ങൾ അല്ലെങ്കിൽ വശീകരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ തെറ്റായ രീതിയിലുള്ള ആ പ്രയോഗങ്ങളൊക്കെ നടത്തും. ചിലര് പ്രണയ സാഫല്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ ഇഷ്ടം കാണില്ല, അപ്പൊ ആ കുട്ടീനെ വശീകരിച്ചെടുക്കാൻ നോക്കാം. അങ്ങനെയൊന്നും ചെയ്തിട്ട് അതിലൊരു യാതൊരു ഫലവും കിട്ടില്ല കേട്ടോ. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രയോജനപ്പെടുന്നതായിരിക്കും. അടുത്തത് ദുർഗാ ഗണപതി. ശത്രുരക്ഷയ്ക്കായിട്ടാണ് ദുർഗാ ഗണപതിയെ പ്രീതിപ്പെടുത്തേണ്ടത്. ഉരുകുന്ന സ്വർണ്ണ നിറത്തോടു കൂടിയ വലിയ ശരീരപ്രകൃതിയാണ് ദുർഗാ ഗണപതിക്ക്. ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ട്. 8 കൈകളിലായി ശരം, അങ്കുശം, പാശം, ദന്തം, ആരതി, കൽപ്പലത, അക്ഷമാല, കരിമ്പ് എന്നിവ വഹിച്ചിരിക്കുന്നു. തപ്ത കാഞ്ചന സംഘാശഷ്ടാഹസ്തോ മഹത്തനൂഹ ദീപ്താങ്കുശം ചലതാം ജംബുദത്കരൈഹ രക്താങ്കുശാം രക്താംശുഗാ സദാവ്രയാ ദുർഗാ പാണതിർമുദേ. അപ്പോ മേൽ വിവരിച്ച പ്രധാനപ്പെട്ട 28 രൂപഭാവങ്ങൾക്ക് പുറമെ ത്രക്ഷര ഗണപതി, ഏകദന്ത ഗണപതി, സിംഹഗണപതി, നൃത്യഗണപതി എന്നീ ഗണപതിമാർ ഉള്ളതായി ചില പൗരാണിക തന്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു. അപ്പോൾ ദുർഗാ ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ ശത്രുക്കളിൽ നിന്നുള്ള തടസ്സങ്ങളെല്ലാം മാറി ദൂരെ അകന്നു പോയി ആ ശത്രുക്കളിൽ ഒളിഞ്ഞിരിക്കുന്നതും മറിഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ശത്രുക്കളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷയുണ്ടായി. ആ ശത്രുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദുർഗാ ഗണപതിയെ നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ദുർഗാ ഗണപതിയെ നമുക്ക് എല്ലാ ഈ ഭഗവാന്റെ ഈ ഇത്രയും ഗണപതി അവതാരങ്ങളെ, ഗണപതി ഭാവങ്ങളെ നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം. ഓം ഗം ഗണപതയേ നമഃ. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിയുടെ അവതാരമാണ്. ലോകത്ത് ധർമ്മ പരിപാലനത്തിനും ദുഷ്ടജന നിഗ്രഹത്തിനുമായി ആദി ഗണപതി ഭഗവാന് നിരവധി അവതാരങ്ങൾ കൈക്കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. ഇപ്രകാരം ഒരു അവതാരത്തിലാണ് ഗണപതി പാർവതീപുത്രനായി ജനിച്ചത്. ഭഗവാന്റെ പ്രധാനവും സംഭവ ബഹുലവുമായ അവതാരമാണിത്.
32 രൂപഭാവങ്ങളിൽ പ്രശോഭിക്കുന്ന ഗണപതി ഭഗവാന് 8 മൂർത്തിഭേദങ്ങളും ഉള്ളതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. വിനായകൻ ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കലും സജ്ജനങ്ങളെ സംരക്ഷിക്കലും. ഗണപതി ഭൂതഗണങ്ങളുടെയോ ദേവഗണങ്ങളുടെയോ അധിപതി. ഹേരമ്പൻ എപ്പോഴും പരമശിവന്റെ സമീപത്ത് സ്ഥിതി ചെയ്യും. ദ്വൈമാരുതൻ ആദ്യം. ഹരേ കൃഷ്ണ. ഓം ഗം ഗണപതേ നമഃ. ഇടയ്ക്ക് കോള് വരുന്നുണ്ട് കേട്ടോ, അതാണ് ഞാൻ പോയത്. ഏകദന്തൻ ഒരു കൊമ്പ് മാത്രമുള്ളവൻ. ലംബോദരൻ വലിയ തൂങ്ങിയ വയറുള്ളവൻ. അപ്പൊ ഇത്രയാണ് ഭഗവാൻ. അതിൽ 8 അവതാരങ്ങളാണ് പറയുന്നത്. ഗണപതി അധർമ്മം തുടച്ചു നീക്കാൻ നിരവധി അവതാരങ്ങൾ കൈക്കൊണ്ടതായി പറഞ്ഞുവല്ലോ. ഇതിൽ 8 അവതാരങ്ങളാണ് പ്രധാനമായും പുരാണങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ലോകത്തിന്റെ ധർമ്മ പരിപാലനത്തിന് വേണ്ടിയിട്ടും ദുഷ്ടജനങ്ങളെ, ദുഷ്ടരായിട്ടുള്ള ക്രൂരരായിട്ടുള്ള ജനങ്ങളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുമാണ് ഗണപതി ഭഗവാൻ അവതാരം എടുത്തത്. പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായിട്ട് ഗണപതി ഭഗവാൻ അവതാരം എടുക്കുന്നത്. അങ്ങനെയാണ് ഗണപതി ഭഗവാൻ അവതാരം എടുക്കുന്നത്. അപ്പൊ അധർമ്മങ്ങളെ എല്ലാം തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് ഗണപതി ഭഗവാൻ അവതാരം എടുക്കുന്നത്. 8 അവതാരങ്ങളെ കുറിച്ചാണ് പുരാണങ്ങളിലെ പറഞ്ഞിട്ടുള്ളത്. വക്രതുണ്ടൻ മത്സരൻ എന്ന ക്രൂരനായ അസുരനെ വധിക്കാനാണ് ഗണപതി വക്രതുണ്ടനായി അവതാരം എടുത്തത്. ഈ അവതാര കാലത്ത് ഭഗവാന്റെ വാഹനം സിംഹമായിരുന്നു. അപ്പൊ വക്രതുണ്ടൻ എന്ന് പറയുന്നത് മത്സരൻ എന്ന് പറഞ്ഞൊരു ദുഷ്ടനായിട്ടുള്ള അസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് വക്രതുണ്ടൻ എന്ന് പറയുന്ന അവതാരം ഗണപതി ഭഗവാൻ എടുക്കുന്നത്. ഏകദന്തൻ മദാസുരനെ വധിക്കാനാണ് ഗണപതി ഏകദന്തൻ എന്ന പേരിൽ അവതരിച്ചത്. ഇതാ ഫോണാ. ഇതാ. അപ്പം മദാസുരനെ വധിക്കാനാണ് ഗണപതി ഏകദന്തൻ എന്ന പേരിൽ അവതരിച്ചത്. മൂഷികനായിരുന്നു ഈ അവതാരത്തിൽ വാഹനം. മഹോദരൻ മോഹാസുരനെ വധിക്കുക എന്നതിനായിരുന്നു മഹോദര അവതാരത്തിന്റെ ലക്ഷ്യം. ഈ അവതാര കാലത്തും മൂഷികൻ വാഹനമായി നിലകൊണ്ടു. ഗജമുഖൻ ലോഹാസുരനെ കൊല്ലാനാണ് ഭഗവാൻ ഗജമുഖാവതാരം എടുത്തത്. വാഹനം മൂഷികൻ. ലംബോദരൻ ക്രോധാസുരനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗണപതി ലംബോദര അവതാരം സ്വീകരിച്ചത്. വാഹനം മൂഷികൻ തന്നെ. വികടൻ കാമാസുര വധത്തിന് വികടന്റെ അവതാരം കൈക്കൊണ്ടത്. ഈ അവതാരത്തിലാണ് ഭഗവാൻ മയിലിനെ വാഹനമായി സ്വീകരിച്ചത്. വിഘ്നരാജൻ മദാസുരനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിഘ്നരാജ അവതാരത്തിന്റെ ലക്ഷ്യം. ശേഷൻ എന്ന സർപ്പമായിരുന്നു ഇത്തവണ വാഹനമായി ഉപയോഗിച്ചത്. ധൂമവർണ്ണൻ അഹന്താസുര വധം ലക്ഷ്യമാക്കിയെടുത്ത ധൂമവർണ്ണ അവതാരത്തിൽ മൂഷികനായിരുന്നു വാഹനമായി സേവിച്ചത്. അപ്പോൾ ഭഗവാന് അപ്പൊ ഇത്രയും അസുരന്മാരെ വധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗണപതി ഭഗവാൻ ഗണപതി അവതാരം എടുത്തത്. ശിവപാർവതിമാരുടെ പുത്രനായിട്ട് ഭഗവാൻ ജനിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഗണപതി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സകല വിഘ്നങ്ങളും, നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ, പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് അത്യുത്തമമാണ്. അപ്പൊ പാർവതീ ദേവിയുടെ മാനസപുത്രനാണ് ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത്. പാർവതീ ദേവി ഒരിക്കൽ സ്നാനം ചെയ്യാൻ പോകുന്ന സമയത്ത് പാർവതീ ദേവി ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കും. ആ രൂപം പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞായിട്ട് രൂപാന്തരപ്പെട്ടാണ് ഗണപതി ഭഗവാൻ ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഗണപതി ഭഗവാന് വേണ്ടിയിട്ട് പാർവതീ ദേവി തപസ്സിരുന്നാണ് അങ്ങനെ ആ രൂപത്തിൽ നിന്ന് ഗണപതി ഉത്ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഗണപതി പാർവതീ പുത്രനായിട്ടാണ് അവതാരം എടുക്കുന്നത്, അതായത് പാർവതീ ദേവിയിൽ നിന്നാണ്. അപ്പോ വേറൊരു കഥയുണ്ട്. പാർവതീ ദേവി ഇതുപോലെ സ്നാനം ചെയ്യാൻ പോകുമ്പോൾ നീ എനിക്ക് വേണ്ടിയിട്ട് കുറച്ചു നേരം പുറത്ത് കാത്തു നിൽക്കൂ എന്ന് പറയും. ഇവിടേക്ക് ആര് വന്നാലും കടത്തി വിടരുത് എന്ന് പറയും. അപ്പൊ ശിവഭഗവാൻ വരികയും അപ്പോ ശിവഭഗവാനോട് എന്തൊക്കെയോ എതിർത്ത് ഗണപതി ഭഗവാൻ പറയുകയും അങ്ങനെ ഗണപതി ഭഗവാന്റെ ശിരസ് അറുത്ത് കളയുകയും ചെയ്യും. അവസാനം പാർവതീ ദേവി ഭയങ്കരമായിട്ട് കരയുമ്പോൾ, വിഷമം ഉണ്ടാവുമ്പോൾ ഒരു ആനയുടെ തല കൊണ്ടുവന്ന് ആ തൊൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും അങ്ങനെയാണ് ഈ ആനയുടെ ശിരസ് ഗണപതി ഭഗവാന് ഉണ്ടാവുന്നത്. അതുപോലെ ഗണപതി ഭഗവാന് കൊമ്പ് നഷ്ടപ്പെടുന്നുണ്ട്.
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശിവഭഗവാന്റെ ഉത്തമ ശിഷ്യനായ പരശുരാമൻ വരുമ്പോ ഗണപതി ഭഗവാൻ ഇതുപോലെ തന്നെ ഗണപതി ഭഗവാന് വന്നപാടെ പരശുരാമൻ ശ്രദ്ധിക്കാതെ പോകുമ്പോ ഗണപതി ഭഗവാനെ പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുകയാണ്, ഗണപതി ഭഗവാൻ അതേപോലെ തന്നെ ഈ പരശുരാമനെയും ഗണപതി ഭഗവാൻ തടയുകയാണ്. അങ്ങനെ ആ ദേഷ്യത്തില് പരശുഹസ്തം കണ്ടിട്ട് ആ പരശുരാമന്റെ കയ്യിലിരിക്കുന്ന ഇതുണ്ടല്ലോ മഴു, അത് വെച്ചിട്ട് ആ കൊമ്പ് അറുത്ത് കളയുന്ന അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അന്ന് മുതൽ ഗണപതി ഒറ്റക്കൊമ്പനാവുന്നത്. പിന്നെ ഗണപതിയുടെ വാഹനം എന്ന് പറയുന്നത് മൂഷികനാണ്, നിങ്ങൾക്കറിയാം. അപ്പം മൂഷികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗണപതിയുടെ പ്രധാന വാഹനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതൊരു അസുരനായിരുന്നു. ആ അസുരനെ വധിക്കാനിരുങ്ങുമ്പോ ആ അസുരന് മോക്ഷം കൊടുക്കുന്നത്, ആ അസുരനെ, മൂഷികൻ എന്ന് പറഞ്ഞ അസുരനെ ഗണപതി ഭഗവാൻ തോൽപ്പിക്കുകയും അങ്ങനെ അവസാനം ആ മൂഷികനായിട്ട് ഭഗവാന്റെ വാഹനമായിട്ട് ആ മൂഷികനെ ആ എലിയുടെ രൂപത്തിൽ മാറ്റുന്നതാണ്. പിന്നെ ഗണപതി ഭഗവാൻ വധിച്ച സിന്ധു എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ അസുരൻ ഉണ്ടായിരുന്നു. ആ സിന്ധുവിനെ ഗണപതി ഭഗവാൻ വധിക്കുന്നുണ്ട്. പിന്നെ ഘൃതാസുര വധം എന്നെല്ലാം ഉണ്ട്. അങ്ങനെ ഒരുപാട് കഥകള് ഗണപതി ഭഗവാനെ കുറിച്ചുണ്ട്. അപ്പൊ ഇത് എല്ലാം എനിക്ക് ഗണപതി പുരാണം ഫുള്ള് പറയണമെന്നുണ്ട്. ഇപ്പം ഇവിടെ അതിന് കുറച്ച് ഇന്ന് അത് പറയാനുള്ള ടൈമില്ല. ഞാനിനി വരുമ്പോ അടുത്തെന്തെങ്കിലും ഞാനിത് പറയുന്നതായിരിക്കും. പിന്നെ വേറൊരു കഥയുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാരായണൻ വരുന്ന സമയത്ത് ഗണപതി ഭഗവാൻ പൊതുവെ കുസൃതിയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാല് നാരായണൻ ഇതേപോലെ നാരായണന്റെ സുദർശന ചക്രം ഗണപതി ഭഗവാന് കൊടുക്കുകയും അങ്ങനെ ഗണപതി ഭഗവാൻ അത് തന്റെ ഉള്ളിലേക്ക് വായിൽ വിഴുങ്ങുകയും ചെയ്യും. വിഴുങ്ങുമ്പോ വിഷ്ണു ഭഗവാൻ വന്നിട്ട് സുദർശന ചക്രം നോക്കൊന്നും കാണുന്നില്ല. അങ്ങനെ ഗണപതി ഭഗവാനോട് വന്ന് ചോദിക്കുമ്പോ ഗണപതി ഭഗവാൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോ പെട്ടെന്ന് തന്നെ വിഷ്ണു ഭഗവാന് മനസ്സിലാകും ഇത് ഗണപതി ഭഗവാന്റെ വയറ്റിലുള്ളിലാണ് ഉള്ളതെന്ന്. അങ്ങനെ അവസാനം ഗണപതി ഭഗവാനോട് പറയുകയും അങ്ങനെ വിഷ്ണു ഭഗവാന്റെ ആ സുദർശന ചക്രം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം മഞ്ചകാസുരനെ വധിക്കുന്നുണ്ട്, അജഗരനെ വധിക്കുന്നുണ്ട്, തുമ്പീസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ വധിക്കുന്നുണ്ട്, കിങ്ങിണി അസുരനെ വധിക്കുന്നുണ്ട്, മത്സ്യാസുരനെ വധിക്കുന്നുണ്ട്, അതുപോലെ മല്ലാസുര വധം നടത്തുന്നുണ്ട്. പിന്നീട് ഗണപതി ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കർദവാസുര വധം. പിന്നെ അതിനുശേഷമാണ് കാർത്തികേയന്റെ ജനനം ഉണ്ടാവുന്നത്. കാർത്തികേയൻ എന്ന് പറഞ്ഞാൽ ഉമാമഹേശ്വരന്മാരുടെ തന്നെ മറ്റൊരു പുത്രനാണ്, ഗണപതി സഹോദരനാണ്. അങ്ങനെ ഉള്ള കഥകളുണ്ട്. പിന്നെ പാർവതിക്ക് ഒരു അസുരപുത്രൻ കൂടി ജനിക്കുന്നുണ്ട്. ആ അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അന്തകാസുരനാണ്. അത് ഞാൻ മുന്നേ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കഥയുണ്ട്. പിന്നെ ഏത്തമിടലിന്റെ കഥ ഉണ്ട്. അത് ഒരു ബ്രഹ്മചാരിയുടെ കഥയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഞാൻ അത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറയാം. അതിനുശേഷമാണ് ശാസ്താവിന്റെ ജനനം, മോഹിനിപുത്രനായിട്ട് ജനിക്കുന്ന, അതറിയാലോ കഥ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഗണപതിയും കുബേരനും, അതായത് കുബേരന്റെ ആ ഒരു ഗർവം ഗണപതി ഭഗവാൻ അടക്കിയില്ലേ, ആ ഒരിതുണ്ട്. അതായത് കുബേരൻ വിചാരിക്കുന്നത് വെച്ചാല് ഈ ലോകത്തെല്ലാം കൊടുക്കുന്നത് കുബേരനാണെന്ന് ഒരു അഹങ്കാരം വരുമ്പോ ഗണപതി ഭഗവാൻ ഇങ്ങനെ ആ കുബേരന്റെ സദസ്സിൽ പോയിട്ട് എല്ലാം കഴിച്ചിട്ടും കൊടുത്തിട്ടും തീരുന്നില്ല. അങ്ങനെ കുബേരൻ അവസാനം തല കുനിക്കുകയാണ് ഗണപതി ഭഗവാന്റെ മുമ്പിൽ. തന്റെ അഹങ്കാരം അത് മനസ്സിലാക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അത് അങ്ങനെ ഒരു കഥയുണ്ട്. അങ്ങനെ ഗണപതി ഭഗവാന്റെ കഥ ഒരുപാടുണ്ട്. പ്രചണ്ഡാള എന്ന് പറഞ്ഞൊരു അസുരനെ വധിക്കുന്നുണ്ട്. പിന്നെ ഹനുമാന്റെ ജനനത്തെ കുറിച്ച് ഗണപതി പുരാണത്തിൽ പറയുന്നുണ്ട്. ഹനുമാന്റെ സീതാന്വേഷണം, ശ്രീരാമ കഥകൾ, ഇതെല്ലാം ഗണപതി പുരാണത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഗണപതിയുടെ വിവാഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ശിവപാർവതി പരിണയവും ശ്രവണ ചതുർത്ഥിയും അതിനെക്കുറിച്ച്, പിന്നെ മഹാജിത്തിന് പുത്രഭാഗ്യ ഉണ്ടായ കഥ, രത്നം പൊഴിക്കുന്ന കുട്ടി, വൃദ്ധ ബ്രാഹ്മണന്റെ ഗണപതി വ്രതം, അങ്ങനെ ഒരുപാട് ഗണപതിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു
എല്ലാ ഗണപതി പുരാണത്തിൽ എല്ലാം വരുന്നുണ്ട്. അങ്ങനെ എല്ലാം വരുന്ന ഒരു പുസ്തകമാണ് ഗണപതി പുരാണം എന്ന് പറയുന്നത്. ഇതാണ് ആ പുസ്തകം. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക. ഇത് മിക്കയിടത്തും കാണും. നമുക്ക് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗണപതി പുരാണം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ വേറൊരു ചെറിയ പുസ്തകമാണ് വിഷ്ണു പുരാണം. ഈ വിഷ്ണു പുരാണം ഗദ്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ പുസ്തകമായതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്ണു ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും ഈ വിഷ്ണു പുരാണത്തിലുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് എനിക്ക് അത്രയും പറയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പലതരത്തിലുള്ള വിഘ്നങ്ങള് തടസ്സങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ നല്ലവർക്കും ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഇത് നിർത്തുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഓം ഗം ഗണപതേ നമഃ. സർവം ശ്രീ ഗണേശായ സമർപ്പയാമി. ഓം ഗം ഗണപതേ നമഃ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ജയ ശ്രീ രാധേശ്യാം. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. ഇന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ. ധനേഷ് ധനു, മഹേഷ്, ബട്ടർഫ്ലൈ, ഹോസ് വഫ, ശ്രീരൂപ്, സന്തോഷ്, മുരുകേശൻ, ധനേഷ്, അസ്ലാം, ബിപിൻ കൃഷ്ണ, ഫുഡീസ്, ലുക്മാൻ വർ, സൊളാങ്കി, പ്രശാന്ത് ഡി പ്രശാന്ത്, ബ്ലെസ്സിംഗ് ദാസ്, ക്രേസി ഐ കില്ലർ, നന്ദജിത്ത്, അൽവിൻ, സിംബു, ടിപ്പ്, ബിപിൻ കൃഷ്ണ, പരക്കൽ, റോക്സ്, ശരവൺ. അപ്പൊ ഇതിൽ ഒരുപാട് ഗണപതി ഭക്തരൊക്കെ കാണും. അപ്പോൾ ഗണപതി ഭക്തരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും കൂടെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിക്കുക. അവർക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടേതായ നല്ലവർക്കെല്ലാം ആ തടസ്സങ്ങളെല്ലാം മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം.